ഒരൊറ്റ കൂട്ടായ്മയായിരുന്ന മാർത്തോമ നസ്രാണി സഭ ചരിത്രത്തിന്റെ ദുർഘട സന്ധികളിൽപ്പെട്ട് 1653 മുതൽ പല സഭകളായി മാറിയെങ്കിലും ഐക്യത്തിലും സ്നേഹത്തിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ സഭകൾക്ക് കടമയുണ്ടെന്നും ഇത് സുറിയാനി സഭകളെയെല്ലാം സുവിശേഷ സാക്ഷ്യത്തിന്റെ സഹകാരികളാക്കി മാറ്റുന്നുവെന്നും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ അനുസ്മരണമായ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെയും ചങ്ങനാശ്ശേരി അതിരൂപത എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ 1 തിങ്കളാഴ്ച കോട്ടയം ലൂർദ് ഫൊറോനാപ്പള്ളിയിൽ നടത്തപ്പെട്ട മാർത്തോമൻ പൈതൃക സഭകളുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർത്താവ് അബ്രഹാമിന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നീ വർദ്ധിക്കും, ആകാശത്തിൽ നക്ഷത്രം. അത് വലിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിറവേറപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വർദ്ധിക്കുന്ന ഒരു സഭ, ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭ, കുറെ കൂടെ പ്രേക്ഷിത ചക്രവാളങ്ങളിലേക്ക് സ്വപ്നം കാണുന്ന ഒരു സഭയായിട്ട് തോമാ പൈതൃകത്തിലെ എല്ലാ സഭകളും മുന്നോട്ട് പോകാൻ ഈ കൂടിവരവ് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാർത്തോമാ സുറിയാനി സഭയുടെ തലവൻ റെവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ കൂടിവരവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ബോധങ്ങളെ തട്ടി ഉണർത്തുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൂടിവരവിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാം സാധ്യമായിട്ട് തീരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുവാനായിട്ടുള്ളൊരു താല്പര്യം നമ്മിൽ വർദ്ധിച്ചു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എക്യുമെനിക്കൽ മനോഭാവത്തോടെയും ദർശനത്തോടെയും ഇന്ത്യൻ സഭാചരിത്രത്തിൻ്റെ രചന നടത്തുന്നവർക്കും വിശേഷാൽ കേരള സഭാ ചരിത്ര രചനയിലും മാർത്തോമൻ പാരമ്പര്യം ഒരു പൊതു സമ്പത്താണ് എന്ന ചിന്ത ഉണ്ടാവുന്നതിന് ഇടയാകണം. മാർത്തോമ സുറിയാനി സഭയുടെ തലവൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ നൂറുകണക്കിന് ആശ്രമങ്ങളാലും ആയിരക്കണക്കിന് സന്യാസികളാലും സമ്പന്നമായിരുന്നു ഏഷ്യയിൽ ആകമാനം വ്യാപിച്ചു കിടന്ന സുറിയാനി സഭകളെന്നും കാലക്രമത്തിൽ അവയിൽ വലിയൊരു പങ്കും നശിപ്പിക്കപ്പെട്ടുവെന്നും നിലവിലുള്ളവയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്നും അതിനായി സഭകളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തയുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വിലയിരുത്തി. KCBC എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മോസ്റ്റ് റെവറൻ ഡോക്ടർ സാമുവൽ മാർ ഐറോനിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാം ഇന്ന് ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് യേശു അനുഭവത്തിൽ വളരത്തക്കവണ്ണം നാം ആയിരിക്കുന്ന സഭാ കൂട്ടായ്മകൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഇടയായി തീരുമെന്നുണ്ടെങ്കിൽ, അതിന് വഴിയൊരുക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സഭാ കൂട്ടായ്മ ശക്തിപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് സഭ എന്നുള്ള നിലയിൽ. വിശുദ്ധീകരിക്കുക, നമ്മുടെ ബോധത്തിൽ നിലനിൽക്കുക. അപ്പോൾ യേശുക്രിസ്തുവുമായുള്ള ആ ഒരു ബന്ധം, ആ ബന്ധം ആഴപ്പെടുത്താൻ നമ്മുടെ സഭാത്മകമായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ ആ സഭാ സമൂഹത്തോട് ചേർന്ന് നിൽക്കപ്പെടും. മാർത്തോമൻ പൈതൃകത്തിന്റെ പ്രസക്തിയും സഭകൾ ആഗോളവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അവയുടെ കൈമാറ്റവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തുടർന്ന് നടന്ന പൊതുചർച്ചയിൽ CBCI എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മോസ്റ്റ് റെവറൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, യാക്കോബായ സഭാ പ്രതിനിധി മോസ്റ്റ് റെവറൻ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ്, കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസ് പുളിക്കൽ, മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ യുഹന്നാൻ മാർ തെയോഡോഷ്യസ്, മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റെവറൻ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ്, ജ്ഞാനായ മലങ്കര കത്തോലിക്ക വിഭാഗം മെത്രാൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ അപ്രേം, ചിങ്ങവനം ജ്ഞാനായ സഭയിൽ നിന്നും മോസ്റ്റ് റെവറൻ ഡോക്ടർ കുര്യാക്കോസ് മാർ സെവേറിയോസ് എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ, സീറോ മലങ്കര, യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ, അസീറിയൻ CSI എന്നീ സഭകളിൽ നിന്നും വൈദിക അൽമായ പ്രതിനിധികൾ, ദൈവശാസ്ത്ര പണ്ഡിതർ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. കോട്ടയം MT സെമിനാരി പ്രിൻസിപ്പൽ റെവറൻ ഫാദർ ഡോക്ടർ VS വർഗീസ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. കുറവിലങ്ങാട് ദേവമാതാ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ TT മൈക്കിൾ ജൂലൈ 3 സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ ഉരുത്തിരിഞ്ഞ വിവിധ സഭകൾ ഒരുമിച്ച് കൂടിയപ്പോൾ വലിയൊരു വിശ്വാസ പ്രഖ്യാപനത്തിനാണ് കോട്ടയം ലൂർദ് ഫൊറോന ദേവാലയം സാക്ഷ്യം വഹിച്ചത്.